നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്ത് പറ്റി മോനെ? ദാ ഇത് കുടിക്ക്. പറയുമ്പോ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. മനസ്സിലുള്ളത് സന്തോഷമായാലും സങ്കടമായാലും അത് വേണ്ടപ്പെട്ടവരോട് തുറന്നു പറയണം. അങ്ങനെ ചെയ്താ സന്തോഷമാണെങ്കിൽ ഇരട്ടിക്കും, മറിച്ച് സങ്കടമാണെങ്കിൽ അതൊരാശ്വാസം കിട്ടുകയും ചെയ്യും. നിന്നെ സങ്കടപ്പെടുത്തുന്ന എന്തൊക്കെയോ നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അമ്മയോടെങ്കിലും തുറന്നു പറഞ്ഞൂടെ? പറയട മോനെ, അമ്മയോട് പറ. ഒന്നുമില്ല അമ്മേ. നമ്മൾ എന്ത് കാര്യം ആർക്കു വേണ്ടി ചെയ്താലും അതൊടുവില് നമുക്ക് തന്നെ ചീത്തപ്പേരായി മാറും. ഒക്കെ എന്റെ ജന്മദോഷം കൊണ്ടാവും. ഇങ്ങനെ സ്വയം ശപിക്കാതെ കാര്യം എന്താണെന്ന് നീ തെളിച്ചു പറ. ആ അഖിലയുടെ കാര്യമാണോ? അവളുമായി പിന്നെ വഴക്കുണ്ടാക്കിയോ? ഞാനൊരു വഴക്കിനും പോയില്ലമ്മേ. അവളുടെ ആങ്ങള വിനോദ് ഈ ഇടയായിട്ട് മയക്കുമരുന്ന് സംഘമായിട്ട് അടുപ്പമുണ്ടെന്നും അത് പറഞ്ഞു വിലക്കണമെന്നും ഞാൻ അവളോട് പറഞ്ഞു. അതൊന്നും അവള് വിശ്വസിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അതും പോരാത്തതിന് കള്ളന്റെ മോനായതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് മോശം പറഞ്ഞ് രസിക്കുകയാണെന്നും പറഞ്ഞ് അവളെന്നെ കുറെ ആക്ഷേപിച്ചു. കാര്യം ഞാൻ കള്ളന്റെ മോനാണെങ്കിലും അവൾക്കും അവളുടെ കുടുംബത്തിനും ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അവള് ഒരു ദയവും ഇല്ലാതെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത വെറുപ്പ് തോന്നുവാമേ. അഖില പറഞ്ഞത് പോട്ടേന്ന് വെക്കാം. ദേവുട്ടേച്ചി എന്നെ ഈ ഇടയായിട്ട് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. കടയിൽ വെച്ച് ഒരാൾ ദേവുട്ടേച്ചിയുടെ വീഡിയോ എടുക്കുന്നത് കണ്ട് ഞാൻ അയാളെ കൈയോടെ പിടികൂടി. അത് ചോദ്യം ചെയ്തതും അയാളോട് ദേഷ്യപ്പെട്ടതൊന്നും ദേവുട്ടേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ എന്നോട് ദേഷ്യപ്പെടുകയും കടയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഞാൻ എന്ത് ചെയ്താലും എന്താ ഇങ്ങനെ ആയി പോകുന്ന അമ്മ? നമ്മുടെ പാരമ്പര്യത്തിന്റെ കുഴപ്പമാണോ? കള്ളനും കള്ളന്റെ മകനാണെന്നുള്ള പേരുദോഷം മരണം വരെ ചുമന്നേ പറ്റുള്ളൂന്നാണോ? നീ വിഷമിക്കാതെ മോനെ. ആരും കണ്ടില്ലെങ്കിലും നിന്റെ മനസ്സിന്റെ നന്മ സാക്ഷാൽ മൂകാംബികാദേവി കാണുന്നുണ്ടല്ലോ. അതിന്റെ അനുഗ്രഹം നിനക്ക് ദേവി തരാതിരിക്കില്ല. മറ്റുള്ളവർ പറയുന്നതൊന്നും നീ കാര്യാക്കണ്ട മോനെ. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ എന്തിനാ മറ്റുള്ളവരെ നന്നാക്കാനും സഹായിക്കാനും ഒക്കെ പോകുന്നേ? നമ്മളെ വേണ്ടാത്തവര് നമുക്കും വേണ്ട. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ആർക്കും ഉപകാരം ചെയ്യാത്ത നമുക്ക് നല്ലത്. അതും പോരാഞ്ഞ് നമുക്കിപ്പോ മോശ സമയോടാ. മോനെ, 90 ദിവസം ഒന്ന് കടന്നു കിട്ടിയാൽ നമ്മുടെ ഈ കഷ്ടകാലമൊക്കെ മാറും. കഷ്ടകാലം മാറിയാലും കള്ളനെന്നുള്ള ചീത്തപ്പേര് മാറില്ലല്ലോ. മരണം വരെ അത് ചുമന്നല്ലേ പറ്റൂ. അച്ഛനോ കള്ളനായി, എന്നെയെങ്കിലും അങ്ങനെ വളർത്താതിരുന്നൂടായിരുന്നു അച്ഛന്. നീ എന്താ പറഞ്ഞേ? തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ, തല്ലിക്കൊന്നോ. എന്റെ ഈ നശിച്ച ജന്മം തീർന്നു കിട്ടുമല്ലോ. കേട്ടിടെ അവൻ പറഞ്ഞിട്ട് പോയേ. അവന് പോ, നാണക്കേട് തോന്നുന്നു. ഇങ്ങനെ പോയാൽ അവൻ നമുക്ക് ഉതകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവന്റെ ചോരയുടെ ഗുണം എന്തായാലും അവനിലുണ്ടാവും. അതിലേക്ക് അവൻ പോവും. ദേവുട്ടി, ഇന്നെന്താ ആർക്കോ വേണ്ടി പ്രത്യേക വഴിപാടും
പൂജയൊക്കെ ഉണ്ടെന്ന് തോന്നല്ലോ. ഉം. ആ, ഗ, വ, ആ, ഗ, ഉം. വ, 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 ഉം. ഹാരം വഴിപാടായി നൽകണമെന്നോ? ആരാണ് ആ ഒരാൾ? വേണ്ട, ഞാൻ നോക്കുന്നില്ല. ആർക്കു വേണ്ടിയായാലും നീ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അമ്മ കേൾക്കാതിരിക്കില്ല. പോയി മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചോളൂ. ആർക്കു വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത് ആ ആളുടെ ആഗ്രഹം ദേവി നടത്തി കൊടുക്കും. അമ്മേ, ദേവി, സന്ദീപേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ ഉദ്ദേശിക്കുന്ന പരീക്ഷകളൊക്കെ നല്ല രീതിയിൽ ജയിക്കാൻ പറ്റണേ. എല്ലാം നല്ലതിനായി വരുത്തണേ ഭഗവതി. ദേവി ചേച്ചി എവിടെ പോയി കുമാരേട്ടാ? ആഹാ, താനോ? എന്താ വന്നത്? ഇന്നിനി പുതിയ വല്ല പ്രശ്നങ്ങളും കൊണ്ടാണോ താൻ വന്നേക്കുന്നത്? എന്റെ കുമാരേട്ടാ, നിങ്ങളും കൂടി അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ കുമാരേട്ടൻ പറയുന്നേ? വേണ്ട വേണ്ട, എന്തുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ എനിക്കും തനിക്കും ദേവൂട്ടിക്കും അറിയാലോ. അന്ന് ആ ഗസ്റ്റ് ഹൗസിലെ മാനേജരുമായി വെറുതെ ഒരു കശപിശ ഉണ്ടാക്കേണ്ട കാര്യം വേണമായിരുന്നോ? അങ്ങനെ വെറുതെ ഒരു കശപിശ ഉണ്ടായതല്ലോ. ദേവു ചേച്ചി അറിയാതെ അയാള് ചേച്ചിയുടെ വീഡിയോ എടുത്തോണ്ടല്ലേ ഞാൻ അയാളുമായിട്ട് ഉടക്കിയത്. അയാൾ എടുത്ത വീഡിയോ ഒരു മോശം കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ദോഷം ആർക്കാ? ദേവു ചേച്ചിക്കല്ലേ. അതൊക്കെ ഓർത്തപ്പോ ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ ദേവു ചേച്ചി എന്നോട് വഴക്കിട്ടത് വേറെ എന്തോ മനസ്സിൽ വെച്ചിട്ടാ. അതെനിക്ക് മനസ്സിലായി. അതെന്തെങ്കിലും ആവട്ടെ. ദേവൂട്ടി അമ്പലത്തിൽ നിന്ന് വരുമ്പോ താൻ വെറുതെ അതും ഇതും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി വന്നതല്ല കുമാരേട്ടാ. ദേവു ചേച്ചിക്ക് ഒരു ദോഷവും വരുത്തരുതെന്നേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. കേട്ടോ മോളെ, അന്നത്തെ ആ സംഭവത്തില് ഇയാൾക്ക് നല്ല മനസ്താപമുണ്ട്. ഞങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇയാള് പറഞ്ഞാലും കാര്യമുണ്ട്. മോളറിയാതെ ഒരാളെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കണ്ടപ്പോ ഇയാൾക്കത് ഇഷ്ടമായില്ല. അത് ദുരുപയോഗം ചെയ്താലോ എന്നും പേടിച്ചിട്ടാ അന്ന് ഇയാള് ആ മുരളിയോട് ചൂടായത്.